ദാദ്രിയിൽ ബീഫ് കഴിച്ചെന്നാരോപിച്ച് ഗൃഹനാഥനെ വർഗീയവാദികൾ തല്ലിക്കൊന്ന സംഭവത്തെ ന്യായീകരിച്ച് RSS മുഖപത്രം. പശുവിനെ കൊല്ലുന്ന പാപികളെ വധിക്കാൻ വേദങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പാഞ്ചജന്യത്തിലെ മുഖപ്രസംഗത്തിൽ RSS വ്യക്തമാക്കുന്നു. ദാദ്രി കൊലപാതകത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നതിനിടയിലാണ് കൊലപാതകത്തെ ന്യായീകരിച്ച് RSS രംഗത്തെത്തിയത്. പശുവിനെ കൊല്ലുന്ന പാപികളെ വധിക്കണമെന്ന് വേദങ്ങൾ പറയുന്നു. രാജ്യത്തെ 80% ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള തെറ്റാണ് മുഹമ്മദ് അഖ്ലഖ് ചെയ്തത്. അത്തരം തെറ്റ് ചെയ്തതിനാലാണ് മുഹമ്മദ് അഖ്ലഖ് കൊല്ലപ്പെട്ടതെന്നും പാഞ്ചജന്യത്തിലെ മുഖപ്രസംഗത്തിൽ പറയുന്നു. മദ്രസകളും മുസ്ലിം നേതാക്കളും ഇന്ത്യയുടെ സംസ്കാരത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും അകറ്റുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതിനാൽ ഇന്ത്യയെ വെറുക്കുന്നവരാണ് മദ്രസകളിലൂടെ വളർന്നു വരുന്നതെന്നും RSS മുഖപത്രത്തിൽ പറയുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ മാത്രം എഴുത്തുകാർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടെന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു. എന്നാൽ RSS മുഖപത്രത്തിലെ ലേഖനം രാജ്യവ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ചതോടെ മുഖപ്രസംഗം ലേഖകന്റെ മാത്രം അഭിപ്രായമാണെന്ന വിശദീകരണമാണ് RSS നൽകിയത്. അതേസമയം പശുവിനെ കൊല്ലുന്നവർക്ക് വധശിക്ഷ നൽകണമെന്ന് BJP MP സാക്ഷി മഹാരാജ് വാദമുന്നയിച്ചു. ഇതിനിടെ ദാദ്രി സംഭവത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയ സംഗീത് സോം, മഹേഷ് ശർമ്മ, മനോഹർലാൽ ഖട്ടർ എന്നിവരെ അധ്യക്ഷൻ അമിത് ഷാ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. എന്നാൽ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കാൻ നേതാക്കളാരും തയ്യാറായില്ല. അതേസമയം പശുവിനെ കൊന്നെന്നാരോപിച്ച് ജമ്മു കാശ്മീരിൽ ഹിന്ദുത്വവാദികൾ തല്ലിച്ചതച്ച് ചികിത്സയിലായിരുന്ന ഷാഹിദ് റസൂർ ഭട്ട് എന്ന 16 വയസ്സുകാരനായ യുവാവ് മരണപ്പെട്ടു. ഷാഹിദിന്റെ മരണത്തിന് പിന്നാലെ കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാരുടെ നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ ജമ്മു കാശ്മീരിൽ ബന്ദ് ആചരിക്കാൻ വിഘടനവാദി നേതാവ് യാസിൻ മാലിക് ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശു ആളെ കൊല്ലുന്ന സംഭവവികാസങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ ന്യൂസ് ആൻഡ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് അഡ്വക്കേറ്റ് പത്മകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ബാസുരേന്ദ്ര ബാബു, ഒപ്പം തന്നെ ആദിവാസി ദളിത് മേഖലയിലെ പ്രവർത്തക ശ്രീ ധന്യരാമൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ദില്ലിയിൽ നിന്ന് ശ്രീ PV തോമസ്, ഒപ്പം മുജീബ് റഹ്മാൻ കിനാലൂർ, അദ്ദേഹവും മാധ്യമപ്രവർത്തകനാണ്. ആദ്യം ശ്രീ പത്മകുമാറിലേക്ക്. ശ്രീ പത്മകുമാർ, പശു വീണ്ടും ആളെ കൊല്ലുന്നു. ഇന്നും ഒരാൾ മരിച്ചിരിക്കുന്നു. ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണമേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗോമാംസവുമായി ബന്ധപ്പെട്ട വിവാദം കൊലപാതകങ്ങളിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി നീങ്ങുന്ന ഒരവസ്ഥ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിൽ യഥാർത്ഥ വസ്തുതകൾ പലപ്പോഴും വളച്ചൊടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വെളിവാകുന്നത്. രാഷ്ട്രീയ BJP എതിർക്കുന്നവർക്ക്, മാധ്യമങ്ങൾക്കായാലും വ്യക്തികൾക്കായാലും സംഘടനകൾക്കാർക്കും അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ട പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം തന്നെ വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മാസികയിൽ ഒരാളുടെ വ്യൂ വന്നു, അത് RSSൻ്റെ തീരുമാനമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാരെ, പ്രവർത്തകരുടെ ഭാഗത്ത് എന്തെങ്കിലും അവരുടെ പ്രസംഗത്തിലോ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള നിലപാടുകൾ പ്രധാനമന്ത്രിയും പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം എടുത്തു കഴിഞ്ഞു. അപ്പം പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതിൻ്റെ ഭാഗത്തിൽ. ഇതിൽ യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഉണ്ടായ സംഭവം ഈ ഒരു ഹർത്താലിനിടയ്ക്ക് ഇങ്ങനെ ഗോവധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു ഹർത്താൽ നടത്തി. ഹർത്താലിനിടയിൽ വാഹനത്തിൽ പശുക്കൾ കയറ്റി വന്നപ്പോൾ ഒരു മോബിൻ്റെ ആക്രമണം ഉണ്ടായി. അങ്ങനെയാണ് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ നടക്കുന്ന എത്രയോ ബന്ധുക്കളുടെ ഇടയിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടോ എണ്ണി നമുക്ക് പറയാൻ കഴിയുമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. നമ്മൾ പരിശോധിക്കേണ്ടത് എന്തൊരു അന്തരീക്ഷമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്, അത് എങ്ങനെയാണ് സംജാതമായത്, ആരാണ് ഇതിൻ്റെ പിറകിൽ, എന്തുകൊണ്ട് ഇതുപോലുള്ള ശക്തികൾക്ക് ധൈര്യം കിട്ടുന്നു, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ കയറി അവിടെ ആട്ടിറച്ചിയോ മാട്ടിറച്ചിയോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലുവാനായിട്ട് അങ്ങനെ ധൈര്യം ഉണ്ടാകുന്നു. ആ ധൈര്യം ആര് കൊടുത്തു? അത് ക്രിയേറ്റ് ചെയ്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മോഡി ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സിറ്റുവേഷനാണ്, ക്രിയേഷനാണത്. അത് നമുക്ക് മറക്കുവാൻ ഒരിക്കലും സാധിക്കില്ല. പിന്നെ പശുവിനെ കൊല്ലുന്നവരെ കൊല്ലണമെന്ന് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് RSSൻ്റെ മുഖപത്രമായ പാഞ്ചജന്യത്തിൽ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, അത് RSSൻ്റെ അല്ല എന്ന് പറയുന്നു. അങ്ങനെയൊന്നും വേർതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ അത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് ഒരു ആഭിമുഖ്യമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. ഇത് തന്നെ ഞാൻ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ചോദിക്കുകയാണ്. ഇതിഹാസങ്ങളും വേദങ്ങളും പുരാണങ്ങളും ഒക്കെ യുഗങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. അന്നത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അവിടെ ഉണ്ടായിരിക്കാം രാക്ഷസന്മാർ കൊന്നുകൊണ്ടായിരിക്കാം പശുക്കളെ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ 199 പ്രാവശ്യം ഭരണഘടനയ്ക്ക് ഭേദഗതി വരുത്താമെങ്കിൽ എന്തുകൊണ്ട് ഇതുപോലുള്ള ചിന്താഗതികൾക്ക് ഭേദം വരുത്താൻ പറ്റില്ല?
മണൽത്തരികളെ പോലെ നിങ്ങൾ പെറ്റുവരിക എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 5 ഭാര്യമാരെ നിങ്ങൾക്ക് ആകാമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യൻ മാറ്റുന്നില്ലേ? അങ്ങനെ മാറ്റിയിട്ട് മനുഷ്യന് ഉചിതമായിട്ടുള്ള രീതിയിലേക്ക് വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും വന്നില്ലെങ്കിൽ ഇക്കാലത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ വാദഗതിയോട് ഞാൻ യോജിക്കുന്നില്ല. ആ വാദഗതി നിഷേധിക്കുകയാണ്, നിരാകരിക്കുകയാണ്, അതിനെ ഖണ്ഡിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നില്ല, സംസ്ഥാന ഗവൺമെൻറ് ആണ് ഭരിക്കുന്നത്. അത് അവിടെ BJP അല്ല ഭരിക്കുന്നത്, കർണാടകയിലോ UP-യിലോ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും തടയിപ്പാൻ പറ്റിയില്ല. കാരണം ഇവിടെ വെറുപ്പിൻ്റേതായിട്ടുള്ള, വിദ്വേഷത്തിൻ്റെതായിട്ടുള്ള, മതവൈരത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആര് സൃഷ്ടിച്ചു? ഏത് തത്വശാസ്ത്രമാണ് അത്? പൂനെയിൽ നിന്ന് വരുന്നോ? എവിടുന്ന് വരുന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പേരാണ് നമ്മൾ കണ്ടുപിടിച്ച് ചികിത്സിച്ച് ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നത്. ആ ശുദ്ധീകരണം നടന്നില്ലെങ്കിൽ ഇവിടെ ജനാധിപത്യപരമായൊരു ഭരണം നടക്കുകയില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ശാന്തിയോടെ ജീവിക്കാൻ സാധിക്കില്ല. ഇതുപോലുള്ള കൊലപാതകങ്ങൾ കൽബുർഗിയും അതുപോലെ തന്നെ പൻസാരയും എല്ലാം ആവർത്തിക്കപ്പെടും. ഇതുപോലുള്ള ഈ ദാദ്രി സംഭവം ആവർത്തിക്കപ്പെടും. അത് ആവർത്തിക്കാൻ ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ. BJP വെറുതെ കണ്ണും കെട്ടി ഒന്നും കണ്ടില്ല എന്ന രീതിയിൽ നടിക്കരുത്, നരേന്ദ്രമോദി നടിക്കരുത്. തീർച്ചയായിട്ടും ഇതിനെ അഭിമുഖീകരിക്കണം, ഇതിനെ കൺഫ്രണ്ട് ചെയ്യണം, അതിനുശേഷം ഇതില്ലാതാക്കണം. എന്നിട്ട് സൗഹാർദ്ദത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ഭരണത്തിന് അധികാലം വോട്ട് പോകാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല.